എത്രയാ ചേട്ടാ? 4. അങ്ങനെ പോയാലോ? വന്നോണ്ടേയിരിക്കണം. നമസ്കാരം ചേട്ടാ. നീ എടുത്ത ഫോട്ടോ കാണിക്കും. അത് കിട്ടില്ലേടാ, കാണിക്കണത് സത്യമായിട്ട് കിട്ടില്ല. അപ്പോഴേക്കാ പെണ്ണ് വെച്ച് വെച്ചില്ലേ. പിന്നെ എന്തിനാണ് തൂക്കൊണ്ടിരുന്നത് മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട്? ഇത് നമ്മുടെ ആളാട്ടാ. ഒരവസരം കൊടുത്ത സൂപ്പർ. എന്താ പ്രശ്നം? ഒന്നുമില്ലാന്ന് വെറുതെ. അയ്യോ ചേട്ടനാണോ ഈ സുഗു ഡ്രൈവർ? ആണെങ്കിൽ ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന കണ്ടക്ടറാ. കണ്ടക്ടറാണ്? ഏത് റൂട്ടാണ്? ഗവി. ഓ, എന്താണ് നിന്റെ പേര്? ഈ രവി. ഇനീഷ്യൽ വേണ്ട. അയ്യോ ഇനീഷ്യലല്ല, ഇത് മുഴുവൻ പേരാ. ഇരവി, ഇരവിക്കുട്ടമല്ലെന്ന് പറയും. ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ മണ്ഡൽ സെക്രട്ടറിയാ. അയ്യോ മണ്ഡലല്ല, മണ്ഡല സെക്രട്ടറിയാ. എന്ത് പേരാണ്ടത്? ഒരുമാതിരി പഴയ പോലീസുകാരുടെ പേരുമാരി. എവിടെ എന്റെ വീട്? തൃശ്ശൂരാ. ഓ, കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നല്ലോ അല്ലേ? ഞാൻ അവിടെ പറയാത്ത കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം. KSRTC ബസ്സിൽ കണ്ടക്ടറൊക്കെ വലിപ്പം ഡ്രൈവർക്കാണ്. അതിപ്പോ നിങ്ങൾ രണ്ടിനും കണ്ടാൽ തന്നെ അറിയാലോ. അതല്ലടാ പവറും. പിന്നെ കാലത്ത് 8 മണിക്ക് ഗവി എന്നുള്ള ആദ്യത്തെ ചാല് തുടങ്ങും. ബസ് പുറപ്പെടാൻ അരമണിക്കൂർ മുമ്പ് കണ്ടക്ടർ അവിടെ ഹാജരാവണം. തിരിച്ചുപോക്കോ? തിരിച്ചുപോക്ക് കാലത്ത് വന്ന് വൈകുന്നേരം പോയാ പോയി. അതെന്താ? എടാ ചന്തയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിറ്റ് പോയില്ലെങ്കിലേ വൈകുന്നേരം പോവാൻ വൈകും. പിന്നെ പോണ വഴിക്ക് മഴയും മൂടമഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഉരുൾ പൊട്ടാറില്ല, പക്ഷെ ടയർ പൊട്ടാറുണ്ട്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? അയ്യോ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറന്നു ഞാൻ. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങളോട് നിൽക്കി, ഞാൻ ഒഴിച്ചിട്ട് വരാം. ഒരു സോഡ എടുക്കുന്ന. റേഡിയേറ്ററിൽ സോഡയോ? റേഡിയേറ്ററിലേക്കേ വെള്ളം. എന്താ ഈ ചെക്കന്മാര് സോഡ കണ്ടിട്ടില്ലേ? നിനക്ക് തിന്നാൻ കിട്ടിയില്ലേലും ഇതിനൊരു മുട്ടും വരൂല, അത് ഉറപ്പാ. കേട്ടണ കേട്ട് കണ്ട. വെള്ളം അടിച്ചോ? ഓ അല്ല വെള്ളം ഒഴിച്ചോ? എഞ്ചിൻ തിളച്ച് മറിയാണ്. ഒരു മഗ് ഒഴിച്ചപ്പോ എഞ്ചിന് ഭയങ്കര സുഖം. നീ ഈ സാധനത്തിന് എവിടെയും പറഞ്ഞിട്ട് വേഷം മാറിയിട്ട് വാ. ഈ കുപ്പിയുടെ കൊടുത്തേക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാതെ ജന്തു. പറഞ്ഞ പോലെ ഞാൻ പോവാൻ നോക്കട്ടെ. നാളെ പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. നിന്റെ അഭാവത്തിൽ ഞാനാണല്ലോ സെക്രട്ടറി. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? നീ ഇതവിടെ കൊടുത്തേക്ക്. ടിക്കറ്റ്. ലോകത്തെല്ലായിടത്തോട്ടുള്ള ബസ്സുണ്ട്, ഗവിയിലേക്കുള്ള മാത്രമില്ല. ഗവി കണ്ടുപിടിച്ചു. ഈശ്വര, ഇതെന്താ മൊബൈൽ ചന്തയോ? ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ? ഈശ്വര കാത്തോളണേ. എന്നെ എന്തിനാ ഇവിടെ വരാൻ? താങ്ക് യു. എടുത്തു വെച്ചോ. എന്ത്? എന്നെ തന്നെ. ബസിന്റെ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റെപ്പ് കിട്ടണില്ല. എന്തുപറ്റി? കുടിച്ചിട്ടേ. നടത്തോ. ഇങ്ങോട്ട് അതന്നെ സൂക്ഷിച്ചില്ലോടെ. എന്റെ പൊന്നു വക്കച്ച, ഒന്ന് നേരെ ചൊവ്വേ നിക്ക്. വെള്ളമടിച്ച വയറ്റി കിടക്കട്ടാ. എപ്പ നോക്കിയാലും വയറ്റി കിടക്കാനാണെങ്കിൽ വല്ല സർബത്തും മേടിച്ചു കുടിച്ചാ പോരെ എന്റെ മാഷ. കള്ള് കുടിച്ചാ വെല്ലോന്റെ മെക്കെട്ട് കയറി 2 തല്ലും കൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിയും കേട്ട് വാളും വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങണം.
അതാണ് ഈ മദ്യപാനത്തിന്റെ ഒരു ശാസ്ത്രം. ഇങ്ങനെയും ഒരു അണ്ടർസ്റ്റാൻഡ്. ബിവറേജ് ഈസ് മൈ കൺട്രി, ഓൾ കുടിയന്മാർ ഈസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സ്കൂളിൽ പഠിപ്പിച്ചാ പോരാ മാഷേ. ഇതിപ്പോ എങ്ങനെയാ സാറേ? ആദ്യമായിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ കൈനീട്ടം. മാഷിന്റെ മേടിച്ചു, അതൊരു വർക്കത്താണ് സാറേ. മാഷേ, കണക്ക് മാഷേ, എന്റെയും കൂടി ഒന്ന് കൊടുത്തേക്കണേ മാഷേ. ഈ കൊടിയന്മാരെയൊക്കെ ഒരു ഗതികേട്. പുതിയ കണ്ടക്ടർ ആണല്ലേ? അതെ. എന്താ പേര്? ഇരവി. ഇരവി? ഇരവിക്കുട്ടൻപിള്ള എന്നാ. ഞാൻ വേണു. എല്ലാവരും വേണുമാഷെന്ന് വിളിക്കും. ഇപ്പോ ഗവിയിലെ പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണോ? ഏതാ പാർട്ടി? ഓ, പാർട്ടിയൊന്നുമില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പം അങ്ങ് നിന്നു മാത്രം. ഒരു ഗവി അല്ല, 2 അയാൾക്കൂടി എടുത്തു. അല്ല, ബാലൻസ് എങ്ങോട്ടാ? ഒരടിവാരം. ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടായിരുന്നു, നമ്മുടെ ജോസ് മാഷ് എടുത്താണ്. ഗുഡ് ഈവനിങ് മാഷേ. ജോസ് മാഷേ, എന്താ ഈ സജ്ജയില്? 2 നാടൻ കോഴികളാ മാഷേ. വീടടച്ച് പോരുമ്പോ ഇവറ്റകളല്ല കുറുക്കനും കൊണ്ടുപോകും. എന്നാ പിന്നെ വീട് അടയ്ക്കാതെ പോരായിരുന്നില്ല മാഷേ? അല്ല, കോഴീനെ കുറുക്കൻ കൊണ്ടുപോകില്ല. പക്കച്ച നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത? അമ്മച്ചി, വേണുമാഷ് ഹെഡ് മാഷായിരുന്നു. റിട്ടയർഡായി. മാഷെന്താ പതിവില്ലാണ്ട്? പെൻഷന്റെ കുറെ പേപ്പറുകൾ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ഒരു ഫോണിന് അപേക്ഷിച്ചിട്ട് മാസങ്ങൾ കുറയായി. ഇപ്പൊ അന്വേഷിച്ചു പറയണു നമ്മുടെ ചെലവിൽ 4 പോസ്റ്റെങ്കിലും ഇടണത്രേ. മാഷൊക്കെ ആവുമ്പോ അതൊരു ഉപകാരം. ടീച്ചർക്ക് ദേവനുമായിട്ട് ഇടയ്ക്ക് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യാലോ. പിന്നെ ടീച്ചർ പോസ്റ്റേക്ക് അറിയാനുള്ള ദേവനുമായിട്ട് സംസാരിക്കണം. ശരി. അയ്യോ സോറി, കണ്ടില്ല. മോനെ എടുത്ത് മടി വെച്ചോളൂ. നീ നിക്കണോ അവിടുന്ന്? തനിക്കെന്ന് കണ്ണില്ലേ? ഈ അലവനതയാണോ താൻ മോനെന്ന് വിളിച്ചത്? ഈ വൃത്തികെട്ടൻ അടുത്തോടി പോയാ മതി പഴയ്ക്കാൻ. അവനെ ഞാൻ മടി വെക്കണം പോലും. സോറി, ഞാൻ അറിയാതെയാണ്. കണ്ടിട്ടൊന്ന് ചുമ്മാതിരി. അവരെന്നെ എന്നാ വലത്താനാ? ഏതാള് നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെറുതെ മെക്കറ്റ് കയറാൻ നിൽക്കണ്ടെന്ന്. മെക്കറ്റ് കയറിയ നീ എന്നാ ചെയ്യൂടാ നത്തോലി? അയ്യേ, അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ പാവം. ഒന്ന് നിർത്തിക്കാൻ രണ്ടുപേരും. കുറെ നേരായി. നീ സീറ്റൊക്കെ കയറിയിരുന്നേ. അതെ, മോൻ അല്ല, ചേട്ടൻ അവിടെ ഇരിക്കും. പാവം കണ്ടക്ടർ, അയാളെ എന്താട്ടോ എല്ലാവരും കേറിയോ? ആ, എല്ലാവരും എത്തി സാറേ. ബെല്ലടിക്കറോ? നേരെ സോറി സാറേ, ബെല്ലടി അടിച്ചോ? അയ്യോ, ഞാൻ അറിയാതെ. അതൊന്നും സാരില്ലെന്നേ. അതെ, അതുകൊണ്ടാട്ടോ. ഇതൊരു ശീലമാക്കണ്ട, തലയിലാവേ. അവക്കിപ്പോ കുഴപ്പമില്ല. ഞാനൊന്ന് മടിയിരിക്കാൻ പോയപ്പോ എന്തായിരുന്നു പൊകില്? സൈലൻസ്. ഉണ്ടായിരടാ.